ഹായ് എവ്രി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാനൊരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു അടിപൊളി വെജ് കുറുമൻ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ UAE സ്ട്രിക്റ്റ് ലോക്ക്ഡൗൺ ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ 3 മാസമായിട്ട് നമ്മൾ വീട്ടിനകത്ത് തന്നെയാണ്, എങ്ങോട്ടും ഇറങ്ങാറൊന്നുമില്ല. അപ്പോൾ നമുക്ക് മക്കളൊക്കെ ആയിട്ടുള്ള പോകാനുള്ള പ്രയാസം കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും പുറത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നഴ്സറി വരെ ഒന്ന് പോയിരുന്നു. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കുറച്ചെടുത്ത വീഡിയോസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. ആദ്യം ഞാനിപ്പോൾ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വെജ് കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി കുക്കറിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ്, അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് അതെല്ലാം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് വെള്ളുള്ളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തെടുത്താണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടെ നടുക്കീറിയ മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം വെരി ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഉള്ളിയൊന്നും അധികം സോട്ടാവേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കുക്കറിലായതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ഒന്ന് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പൊട്ടാറ്റോ, 1 കപ്പ് ഗ്രീൻ പീസ്, 1 കപ്പ് ബീൻസും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അത് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ടൈമിൽ നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ വെന്ത് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 5-6 അണ്ടിപ്പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ്, അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വേവിച്ചെടുത്ത വെജിറ്റബിൾ മസാല മിക്സ് എല്ലാം ഞാൻ ഈ ഒരു സോസ് പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ടൈമിൽ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫൈനലായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചെറിയ ഇതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളെ അടിപൊളി വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഞങ്ങൾ 3 മാസത്തിന് ശേഷം ഒന്ന് പുറത്തിറങ്ങിയതാണ്. UAE ഇപ്പോൾ സ്ട്രിക്റ്റ് ലോക്ക്ഡൗൺ ഒക്കെ മാറ്റിയിട്ട് കുറച്ചായി. പക്ഷേ നമ്മൾ മക്കളൊക്കെ ആയിട്ട് പുറത്ത് പോകുന്ന ഒരു ബുദ്ധിമുട്ട് കാരണം പോകാറില്ല. അപ്പോൾ വീട്ടിലേക്കുള്ള ഷോപ്പിങ്ങെല്ലാം ഹസ്ബൻഡ് ഒറ്റയ്ക്ക് തന്നെയാണ് പോയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്ക് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. അങ്ങനെ പ്രത്യേകിച്ച് പോകാനൊന്നും ഒരു സ്ഥലമൊന്നും ഇല്ല, കാരണം ഇപ്പോൾ ഷോപ്പിംഗ് മാൾസിലൊന്നും പോകുന്നത് അത്ര സേഫ് അല്ലല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്ഷ്യത്തോടൊന്നും അല്ല പോകുന്നത്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ നഴ്സറി ഉള്ളത്. അപ്പോൾ എന്നാൽ അങ്ങോട്ടൊന്ന് വെറുതെ പോവുകയും ചെയ്യാം, കുറച്ച് നേരം നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദുബായിലുള്ള വർസാൻ നഴ്സറിയിലാണ് അപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ട്രാവലേ ഉള്ളൂ. കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്തോ പോലെ ആയിരുന്നു കേട്ടോ. ലോക്ക്ഡൗണൊക്കെ മാറിയെങ്കിൽ കൂടിയും നമ്മളും മാസ്കും ഗ്ലൗസും എല്ലാം യൂസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ആ ഏരിയയിൽ ഒരുപാട് നഴ്സറികളുണ്ട്.
അവിടെ ഇങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ നടക്കാൻ കഴിഞ്ഞു. പിന്നെ ചൂടായിരുന്നു മെയിൻ വില്ലൻ എന്ന് പറയാം, കാരണം ഇപ്പോൾ ഇവിടെ സമ്മർ പീക്ക് ടൈമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അധികമൊന്നും നടക്കാൻ പറ്റില്ല. പിന്നെ ഇത്രയും നാളും ആ വീട്ടിലിരുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ ആ ഒരു പുറത്തിറങ്ങിയ സന്തോഷത്തിൽ അങ്ങോട്ട് നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പ്ലാന്റ് നഴ്സറിൻ്റെ അകത്ത് കയറിയപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്താണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെടികളൊക്കെ കാണാൻ നല്ല ഇഷ്ടമല്ലേ, എനിക്കും നല്ല ഇഷ്ടമാണ്, കാണാനും വാങ്ങാനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം കുറവായിട്ട് തോന്നി. നമ്മൾ സാധാരണ കാണാറുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതുപോലെയുള്ള ധാരാളം ചെടികൾ കാണാം. ഈ ഒരു പ്ലാന്റ് ശ്രദ്ധിച്ചോ, അതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. പിന്നെ ഈ ലോക്ക്ഡൗണും കൊറോണ ഒക്കെ ആയതുകൊണ്ട് തന്നെ സെയിലൊക്കെ കുറവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ് കളക്ഷൻസൊക്കെ കുറവാണെന്നാണ് അവിടുത്തെ ആൾ പറഞ്ഞത്. ഇത് കണ്ടോ, ഈ ഒരു ഇൻഡോർ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്, അതിൻ്റെ ഫ്ലവർ കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ അവിടെ തന്നെ പ്ലാന്റ്സിന് വേണ്ട പോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ പ്ലാന്റ് നഴ്സറി ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ തന്നെയാണ് വർസാൻ പെറ്റ് നഴ്സറി ഉള്ളത്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറി. പെറ്റ് നഴ്സറിയിലാവട്ടെ ഒരുപാടുണ്ട് കാണാനായിട്ട്. അവരിങ്ങനെ ബ്ലോക്സ് ആയിട്ട് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ കാരണം നമ്മൾ ഷോപ്പിൻ്റെ അകത്തൊന്നും കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ പുറത്തു കൂടെ ഇങ്ങനെ കാണുന്ന കുറച്ച് വിഷ്വൽസ് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഫൈറ്റർ ഫിഷസ് ആണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, പല കളേഴ്സിലും ഉണ്ട്. പിന്നെ ഈ താഴെ കാണുന്നത് ഹാംസ്റ്റർ ആണ്, അതും കാണാൻ നല്ല ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ഹാംസ്റ്റേഴ്സിനെ കാണാം. ഇനി നമ്മൾ ചെറിയൊരു വോൾ മൗണ്ടഡ് അക്വേറിയം മേടിക്കണമെന്ന് കുറേ വിചാരിക്കുന്നു. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഈ ട്രോപ്പിക്കൽ ലാൻഡ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ മുന്നേ നമ്മളെ അടുത്തൊരു വലിയ അക്വേറിയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ഗോൾഡ് ഫിഷസ് എല്ലാം ഇട്ടിരുന്നു. അപ്പോൾ അത് പിന്നെ പെട്ടെന്നെല്ലാം ചത്തു പോകുന്നതുകൊണ്ട് ഇപ്പോൾ അതിലൊന്നും ഇടുന്നില്ല. നമ്മളപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു വോൾ മൗണ്ടഡ് അക്വേറിയം ഒരു ഫൈറ്റർ ഫിഷാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ നമ്മൾ അക്വേറിയം എല്ലാം മേടിച്ച് പിന്നെ നേരെ വീട്ടിലോട്ട് തന്നെയാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ടയേർഡായിരുന്നു, കാരണം നല്ല ചൂടാണ്. മാത്രമല്ല ഈ മാസ്കൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ഒന്നും കൂടെ ചൂടെല്ലാം കൂടുമല്ലോ. അപ്പോൾ എല്ലാവരും നല്ല ടയേർഡായിരുന്നു. പിന്നെ നിങ്ങൾ വിചാരിക്കും പ്ലാന്റ് നഴ്സറി പോയിട്ട് എന്താ ചെടികളൊന്നും മേടിച്ചില്ല എന്ന് വിചാരിച്ച് കാണും. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പച്ചക്കറികളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് വലുതായിട്ടൊന്നും ഉഷാറാവാറില്ല കേട്ടോ. മെയിനായിട്ട് ഇവിടുത്തെ ചൂടൊക്കെ തന്നെ. ബാൽക്കണിയിലാണെങ്കിൽ നല്ല വെയിലാണ്. മാത്രമല്ല പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇവരാണ്. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിലാണെങ്കിൽ ഇപ്പോഴും പീജിയൻസ് പ്രാവുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചട്ടിയിലൊക്കെ പാവി ഇട്ടാൽ അതിലൊക്കെ ഇങ്ങനെ നടക്കും. ഇപ്പോൾ എന്തെങ്കിലും മുളച്ച് വന്നാൽ തന്നെ അവരിങ്ങനെ കൊത്തിപ്പറിക്കെല്ലാം ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊന്നും നന്നായിട്ട് ഉഷാറാവാറില്ല. എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ഞാൻ സീഡിയൊക്കെ കെട്ടി തൂക്കി ഇട്ടുകൊടുത്തു. പക്ഷേ ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ. പിന്നെ അവർ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് 2 മാസം നമ്മുടെ ബാൽക്കണിയിലുണ്ടായ ഒരു കാഴ്ചയാണിത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ്. മക്കൾക്കൊക്കെ ഇത് കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നഴ്സറിയിൽ നിന്ന് കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല കേട്ടോ. നമ്മുടെ 10 മണിപ്പൂവിൻ്റെ 2 ചെടി മാത്രമേ കേട്ടോ ഞാൻ വാങ്ങിയുള്ളൂ.
അപ്പോൾ അതും ഞാൻ റൂമിൻ്റെ അകത്ത് സൺലൈറ്റ് കിട്ടുന്ന വിധത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ളോഗോ റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.